സന്തോഷത്തോടെ, ശക്തിയോടെ. നിങ്ങളുടെ മുഖം കണ്ടിട്ടൊരു സന്തോഷം തോന്നുന്നില്ലല്ലോ. നിങ്ങൾ 2 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞെങ്കിലും മുഖത്ത് സന്തോഷം വന്നില്ല. അടുത്തിരിക്കുന്നവരെ നോക്കിക്കൊണ്ടൊന്ന് പ്രൈസ് ലോർഡ് പറഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ടൊരു പിണക്ക് വന്ന് വിചാരിക്കും. ഓക്കെ, എല്ലാവരെയും പരിചയമുള്ളവരല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ അടുത്തുള്ളവരാണ്. ആരംഭങ്ങളുടെ പുസ്തകമെന്ന് വിശേഷിപ്പിക്കുന്ന സകലത്തിൻ്റെയും തുടക്കങ്ങളെക്കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന, ആരംഭങ്ങളെ വരമൊഴിയായി ഉല്ലേഖനം ചെയ്തിരിക്കുന്ന പുസ്തകമെന്ന് വേദശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്ന വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിലും 2 ചോദ്യങ്ങൾ എൻ്റെ കണ്ണുടക്കിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ തന്നെ 9-ാം വാക്യത്തിലാണെങ്കിൽ, രണ്ടാമത്തെ എൻ്റെ കണ്ണുടക്കിയ ചോദ്യം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലോ 10-ാം വാക്യത്തിലോ അല്ല, കൃത്യമായി 9-ാം വാക്യത്തിലും രണ്ടാമത്തെ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഏദൻ തോട്ടത്തിൻ്റെ മണലാരണ്യങ്ങളും അതിൻ്റെ മരുവുരുകൾക്കും മാറ്റല് കൊള്ളുമാറ് സർവശക്തനായ ദൈവം താൻ സൃഷ്ടിച്ച ആദ്യ മനുഷ്യനോട് അവൻ്റെ കാത് തുളച്ചു ചെല്ലുമാറ് ദൈവം ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം 3:9 ഇങ്ങനെ ചോദിക്കുന്നു, ആദമേ നീ എവിടെ? മണ്ണുകൊണ്ട്, പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് തോട്ടത്തിലാക്കി തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും നിയോഗിച്ച ദൈവം വെയിലാറിയ ഒരു ദിവസം തോട്ടത്തിലേക്ക് ആഗമനം ചെയ്ത നിമിഷം അവനെ കാണാനില്ല. ആ സന്ദർഭത്തിൽ തോട്ടം മുഴങ്ങുമാറ് ദൈവം വിളിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്, ആദമേ നീ എവിടെ? അവന്റെ മറുപടി, ഞാൻ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുന്നു. ഞാൻ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുന്നു. കാലൊച്ചയുടെ ശബ്ദത്തിൽ നിന്ന് ദൈവമാണെന്നും അത് ദൈവത്തിൻ്റെ കാലൊച്ചയുടെ ശബ്ദമാണെന്നും ആദമനും ഹവ്വയ്ക്ക് മനസ്സിലായി. രണ്ടാമത്തെ തിരിച്ചറിവ്, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ 3-ാമത്തെ പ്രതികരണം വിഭിന്നമായി പോയി. ദൈവത്തിൻ്റെ ശബ്ദമാണെന്നും ദൈവമാണെന്നും തിരിച്ചറിഞ്ഞിട്ട് 3-ാമത് അവൻ ചെയ്തത് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു. നീ അത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകും, ദൈവത്തെ പോലെയാകും എന്ന പ്രതീക്ഷ വ്യാജേന പിശാച് മനുഷ്യന് കൊടുത്തു. അന്നേരം ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ച മനുഷ്യൻ, ദൈവത്തെ പോലെ ആകണമെന്ന് കൊതിച്ച മനുഷ്യൻ, ദൈവത്തെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ, പക്ഷെ ചുവട് വെച്ചത് പാളിപ്പോയി. ദൈവം പ്രഥമമായി കൽപ്പിച്ചാക്കിയ നിയമത്തെ ലംഘിച്ച നിമിഷം അവൻ നഗ്നനെന്ന് ബോധ്യമെത്തി. എൻ്റെ ചോദ്യം, എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ദൈവത്തെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട്, ദൈവത്തെ പോലെ ആകാൻ കൊതിച്ചിട്ട്, അതിനുവേണ്ടി മുന്നോട്ട് ചുവട് വെച്ചിട്ട് ഇപ്പോൾ അവൻ എന്ത്? ദൈവം ചോദിക്കുന്നു, ആദമേ നീ എവിടെ? കുറച്ചും കൂടെ സിമ്പിളായി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തൂടെ, ധ്യാനിച്ചൂടെ? ഇന്നലകളിൽ നിന്നെടുത്ത് നീ ഇന്നുണ്ടോ? നീ എവിടെ ആയിരിക്കണമെന്ന് ദൈവം പ്രതീക്ഷിച്ചെടുത്ത് ഇന്ന് വെയിലാറിയപ്പോൾ നീ അവിടെ ഉണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് എത്ര പേർക്ക് ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ദൂത് മനസ്സിലാകുന്നുണ്ട്? ദൈവം ആക്കിയെടുത്ത് നീ ഉണ്ടോ? ദൈവം ചിന്തിക്കുന്നിടത്ത് നീ ഉണ്ടോ? നീ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നീ ഉണ്ടോ? അങ്ങനെയെങ്കിൽ നീലാമൽ കൺവെൻഷന്റെ 3-ാമത്തെ വാർഷിക കൺവെൻഷന്റെ പ്രാരംഭ ദിനത്തിൽ ഈ ദേശം, ഈ പന്തലിനകം മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദം, എല്ലാ കാതുകളും തുളച്ചു കേൾക്കേണ്ട പ്രഥമവും 1-ാമത്തെ ശബ്ദം, നീ എവിടെ? വിളിച്ചു വേർതിരിച്ച് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിട്ട് നിന്നെ ദൈവിക ദൗത്യത്തിന്റെ ഭാഗമാക്കി അവന്റെ രണാങ്കണത്തിൽ അധ്വാനിക്കാൻ അവൻ നിയമിച്ചാക്കിയിട്ട് അവന്റെ സുവിശേഷ ദൗത്യം നൽകി നിന്നെ ആക്കിയ മേഖലയിൽ
ആദ്യത്തെ വീര്യത്തിൽ, ആദ്യത്തെ ഉത്സാഹത്തിൽ, ആദ്യത്തെ സമർപ്പണത്തിൽ, ആദ്യത്തെ എരിവിൽ, ആദ്യത്തെ ദൈവവേലയുടെ തീവ്രതയിൽ നീ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി എല്ലാ കാതുകളും ഈ രാത്രി ദൂത് തുളച്ചു കയറട്ടെ. നീ എവിടെ എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? പ്രാദേശികമായും ഈ സുവിശേഷ യോഗത്തിന്റെ ഉദ്ദേശശുദ്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദവിധിയിൽ ശ്രമിക്കുന്ന ഈലാമൽ ദേശത്തോടും ഈ ദൂതിനെ എനിക്കൊന്ന് വിശദീകരിച്ചു പറയാൻ താല്പര്യമുണ്ട്. പൊടി പിടിച്ചുകൂട്ടി മനുഷ്യരൂപമുണ്ടാക്കി നിശ്ചലനായി നിവർന്നു കിടന്ന മനുഷ്യന്റെ മൂക്കിൽ അവൻ ജീവശ്വാസം പകർന്ന് സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയിട്ട് മാനവകുലത്തോട് മുഴുവൻ സൃഷ്ടാവായ ദൈവത്തിന്, നീലാമൽ ദേശത്തിൽ ശബ്ദപരിധിയിൽ കേൾക്കുന്ന മുഴുവൻ ജനത്തോടും സൃഷ്ടാവായ ദൈവത്തിന്, അല്ല പടച്ചവനായ കർത്താവിന്, ജഗദീശ്വരന്, സർവസൃഷ്ടാവിന്, ഈ രാത്രി ശബ്ദപരിധിയിലിരിക്കുന്ന മുഴുവൻ പേരോടും സൃഷ്ടിച്ചവന്, ഉണ്ടാക്കിയവന്, ഉത്ഭവമായി തീർന്നവന്, സർവശക്തനായി തീർന്നവന് ഈ രാത്രിയിൽ വിളിച്ചു ചോദിക്കാൻ ഒരൊറ്റ ദൂതേ ഉള്ളൂ ഈ ദേശത്തോട്. നീ എവിടെ? ദൈവത്തെ കാണാൻ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തെ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൂട്ടർ ദൈവത്തെ അന്വേഷിച്ച് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടർ ദൈവത്തെ അന്വേഷിച്ച് വടക്കുന്ന് തെക്കോട്ട് യാത്ര ചെയ്യുന്നു. ഒരു കൂട്ടർ കിഴക്കോട്ട് ദൈവത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടർ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നു. എങ്ങും എവിടെയും എങ്ങോട്ടും നോക്കിയാലും ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തെ കാണാൻ കൊതിക്കുന്നവർ, പ്രസാദം കൊതിക്കുന്നവർ. എന്നാൽ വാസ്തവമായി ദൈവത്തെ കാണാൻ കഴിയാതെ, അല്ല ദൈവത്തെ കാണിക്കാൻ കഴിയാതെ മറച്ചും ഒളിച്ചും പിടിച്ചു നിൽക്കുന്ന മാനവികതയുടെ മുൻപിൽ മനുഷ്യനെയും ദൈവത്തെ തമ്മിൽ മറച്ചു പിടിക്കുന്ന സംഗീതങ്ങളും സംഘടനകളും ഇസങ്ങളും മതങ്ങളും രാഷ്ട്രീയ ശക്തികളും എല്ലാം നിലനിൽക്കുമ്പോൾ ഈ രാത്രി സ്വർഗം ഈ ശബ്ദവീതി മുഴങ്ങുന്ന മുഴുവൻ ദിക്കിനോട് ചോദിക്കുന്നു, ഞാൻ സൃഷ്ടിച്ച, ഞാൻ മൂക്കിൽ ജീവശ്വാസമൂതിയ, ഞാൻ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് കാലുറച്ചു നിവർന്നു നിൽക്കുന്ന മനുഷ്യനെ നീ എവിടെ? ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ സുവിശേഷ മഹായോഗത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണിക്കാനാ. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പല ഘടകങ്ങളും മറച്ചു കളഞ്ഞു. ഇന്ന് ദൈവത്തെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച, മനുഷ്യനെ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് മനുഷ്യനെ വഞ്ചിച്ച അതേ പൈശാചിക കരവലയത്തിൽ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കാമെന്ന് വ്യാജം പറഞ്ഞ്, ദൈവമുണ്ടെന്നും ദൈവത്തെ കാണിക്കാമെന്നും പറഞ്ഞ് വ്യാജേനെ മോഹിപ്പിച്ച് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്ന നിരവധി ഘടകങ്ങളെ പൊളിച്ച് ഈ രാത്രി ഈ ശബ്ദം മുഴങ്ങുന്ന ഈ പന്തലിനകത്ത് മുഴുവൻ മുഴങ്ങുന്ന ഒരു ശബ്ദം, മനുഷ്യനെ നീ എവിടെ? വഴിതെറ്റി ദൈവത്തിൽ അകന്നുപോയി ദൈവത്തെ പോലാകാൻ കൊതിച്ചവരോട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായിരുന്നവൻ തന്നെ ദൈവരൂപത്തിലിരിക്കാതെ അവൻ മനുഷ്യരൂപത്തിൽ ദാസവേഷമെടുത്ത് ഭൂമിയിൽ വന്ന് പാലസ്തീന്റെ ദിക്കുമുഴകുമാറ് പാദമുറച്ചു നിന്നുകൊണ്ട് ഉലകത്തിൽ ഒരുവനെ നെഞ്ചു വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ, അകന്നുപോയ മനുഷ്യ ദൈവത്തിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉലകത്തിൽ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ വഴി. എത്ര പേർക്ക് ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ദൈവത്തെ അന്വേഷിച്ചു പരങ്കം പാഞ്ഞു പോകുന്നവർക്ക് ഒരു ഉത്തരം പറഞ്ഞൊരു പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന സത്യവേദ പുസ്തകമാണ്. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയോ? ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച പോലെ അവകാശവാദങ്ങൾ, ഈ പുസ്തകം കാണിച്ചു കൊടുത്ത പോലെ വഴികൾ, ഈ പുസ്തകം കാണിച്ചു കൊടുത്ത പോലെ മാർഗങ്ങൾ, ഈ പുസ്തകം വിവരിക്കുമെന്ന പോലെ സത്യങ്ങൾ ഉലകത്തിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നസ്രായനായ യേശുക്രിസ്തുവിന്റെ വാക്കിന്റെ വരമൊഴി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ തന്നെ വഴി. ശക്തിയോടെ ഹല്ലേലൂയ പറയാം. കരവാളൂർ എന്ന് പറയുന്ന ഐതിഹ്യങ്ങൾക്ക് നിലയുറപ്പിച്ചൊരു നാടും ചരിത്രത്തിന്റെ തൂക്കുപാലം ഉറച്ചും തലയെടുപ്പോടെ നിൽക്കുന്ന പുനലൂർ എന്ന് പറഞ്ഞ മറ്റൊരു കേന്ദ്രവും
ഒന്നും കൂടെ പറയുന്നു, കരവാളൂർ എന്ന് പറയുന്ന ഒരു പ്രഥമ കേന്ദ്രവും ചരിത്രമുറങ്ങുന്ന പുനലൂരിന്റെ മണ്ണെന്ന് പറയുന്ന മറ്റൊരു കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ, അതിൻ്റെ ഒത്തുനടുക്ക് രണ്ട് പ്രധാന കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ പാപം ചെയ്ത് പൈശാചികമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിനെ മനുഷ്യൻ തമ്മിൽ അടുക്കാതെ മറപിടിച്ച് നടുവേലി കെട്ടി നിർത്തിയിരിക്കുന്ന സകലത്തെയും നടിച്ചുവകൾ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഉലകത്തിൽ ഒരുപാട് വഴിയില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് നസ്രായനായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴി. ഈ രാത്രിയിൽ ഈ കൺവെൻഷന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ. ഇവരുടെ ആരുടെയും പേരോ പ്രസിദ്ധിക്കോ ഒന്നുമല്ല പണം ചെലവഴിക്കുന്നത്. യഥാർത്ഥ വഴി തിരിച്ചറിയുക. രണ്ടാമത്തെ ചോദ്യം, അവൻ എവിടെയെന്നാണ്. ആരാധനയ്ക്കൊത്തു വന്ന്, ആരാധനയ്ക്ക് ഒരുമിച്ച് വന്ന്, ഒരുമിച്ചൊന്നിച്ചിരിക്കേണ്ട, ഒരു കരം കൊണ്ട് നിർമ്മിച്ച പിതാവിൻ ജനിക്കപ്പെട്ട ഒരു മക്കളിൽ ഒരുവനെ കാണാനില്ലാതായപ്പോൾ സ്വർഗത്തിൽ നിന്ന് രണ്ടാമത്തെ ശക്തമായ ചോദ്യം, അവൻ എവിടെ? ഞാനതിനെ വിശദീകരിക്കാതെ ഒരൊറ്റ ചിന്ത പറയാം. ഒരൊറ്റ അപ്പന് ഒരൊറ്റ മക്കളായി ഉലകത്തിൽ ജനിച്ചവനെ രണ്ടായി വിഭാഗിച്ച് ഒരുവനെ ഒടുക്കിക്കളയുവാൻ അകത്ത് പകയിട്ട് ഇല്ലാതാക്കി പൈശാചിക താണ്ഡവ നൃത്തം ആരംഭിച്ചത് അങ്ങ് ഉൽപ്പത്തി മുതലാണെങ്കിൽ ഈ കേരളക്കരയിലെ നവോത്ഥാന നായകന്മാർ തന്നെ ഉദയം കൊണ്ടിട്ട് ഉലകത്തോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ, മനുഷ്യനൊരു ഏക സത്യ ദൈവമേ ഉള്ളൂ. ഈ രാത്രി അത് ഏതാണെന്നറിയാത്തവൾ ഉലകത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈ പന്തൽ കീഴിരിക്കുന്ന മുഴുവൻ പേർക്കും വിളിച്ചു പറയാൻ കഴിയും, ഏക സത്യ ദൈവമേ ഉള്ളൂ. ശക്തിയോടെ ഹല്ലേലൂയ പറയാൻ കഴിയുമോ?